അപ്പം അത് കാരണം കുറച്ച് വിദ്യാഭ്യാസത്തിലും പഠിത്തത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധാലു കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കർമ്മങ്ങളിലും പൂർണ്ണമായി മനസ്സുകൊണ്ട് പങ്കെടുക്കാമെങ്കിൽ വളരെ കേമാണ്, അതിഗംഭീരമാണ്, നന്മയാണ്. നമസ്കാരം. ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ 8ാം നാൾ അഷ്ടമി തിഥിയിൽ ദേവിയെ മഹാഗൗരിയായാണ് ആരാധിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗിരി അഥവാ പർവ്വതപുത്രിയാണ് ദേവി. തൂവെള്ള ശോഭയോട് കൂടിയ ദേവിയുടെ ആടയാഭരണങ്ങളും വെളുത്ത നിറമാണ്. ദേവിയുടെ ചതുർഭുജങ്ങളിൽ ത്രിശൂലം, അഭയമുദ്ര, ഡമരു, വരമുദ്ര എന്നിവയാണ് ഉള്ളത്. വെള്ള നിറത്തിലുള്ള കാളയാണ് വാഹനം. മഹാദുർഗാഷ്ടമി എന്നറിയപ്പെടുന്ന ഈ ദിവസം വ്രതമെടുത്ത് ദേവിയെ ഭജിച്ചാൽ സകല പാപങ്ങളും നീങ്ങി ജീവിതം ഐശ്വര്യപൂർണമാകും. രാഹുവിൻ്റെ ദേവതയാണ് മഹാഗൗരി ദേവി. രാഹുദോഷമുള്ളവർ ദോഷപരിഹാരത്തിനായി ദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കണം. ഇന്നേ ദിവസത്തെ ദേവീഭാവത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചും നമ്മളോട് വിശദീകരിക്കുന്നത് ശ്രീ കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂതിരിയും ശ്രീ രാജേശ്വരി അമ്മയുമാണ്. നവരാത്രി കാലത്ത് 8ാം ദിവസം മഹാഗൗരി എന്ന് പറയുന്ന സങ്കല്പത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സങ്കല്പത്തിലുള്ള ഒരു ഈശ്വര സങ്കല്പത്തെയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. വെളുത്ത വസ്ത്രധാരിയായി നിൽക്കുന്ന, തൃശൂലവും ഡമരവും ഒക്കെ ആയുധങ്ങളോട് കൂടിയ വെളുത്ത കാളയുടെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ വാഹനമായി നിൽക്കുന്ന ഭഗവതി സമ്പ്രദായം. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജന്മത്തോ കഴിഞ്ഞ ജന്മത്തോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ ശാപതാപങ്ങളും നമ്മൾ ഇന്ന് മാറി പൂർണ്ണമായ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം തന്നെ. ഇന്ന് ഉപവാസം എടുക്കുന്നവരുടെ സർവ്വവിധ പാപങ്ങളും തീർന്ന് ആ പാപത്തിൽ നിന്ന് പൂർണ്ണമായ മോക്ഷം കൊടുക്കുന്നു എന്നാണ് പറയണേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ പല രീതിയിലും നമുക്ക് തെറ്റുകൾ പറ്റാം. തെറ്റുകൾ പറ്റുന്നതല്ല, ഓരോ ശാപാദികളോ താപാദികളോ ശാപങ്ങളായോ താപങ്ങളായോ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാം. ആ ജീവിതത്തെ സ്വാധീനിക്കുന്ന ദോഷങ്ങളെ, അല്ലെ ദുരിതങ്ങളെ, അല്ലെ സങ്കടങ്ങളെ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമുക്കൊരു നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ, ശ്രേഷ്ഠതയുടെ നമുക്കൊരു പാദം തരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ഈ ജന്മത്തെ എത്ര പ്രാർത്ഥനാദികൾ നടത്തിയാലും നമുക്കതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ അന്യം നിന്ന് പോകുന്നത് നമ്മുടെ ശാപതാപ ദുരിതങ്ങളാണ്, നമ്മുടെ കർമ്മഫലമാണ്, നമ്മളോ നമ്മുടെ പൂർവികരായിട്ടോ അറിഞ്ഞോ അറിയാതെ ചെയ്ത ഫലങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണ മുക്തിയിലേക്ക്, പൂർണ്ണ മോക്ഷത്തിലേക്ക്, പൂർണ്ണ നന്മയിലേക്ക്, പൂർണ്ണ ഐശ്വര്യത്തിലേക്ക് എത്താൻ ഇന്നത്തെ ദിവസം അതിപ്രാധാന്യമാണ്, അതികേമമാണ്. അതുപോലെ തന്നെ പറയാം, ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്നത്തെ ദിവസം ഉപാസിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധി കുറഞ്ഞവർക്ക് ബുദ്ധി ഉണ്ടാവാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ബുദ്ധി സ്വരൂപിണിയായി നിൽക്കുന്ന ഭഗവതിയും കൂടിയാണ്. അതായത് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ കാരകനായി നിൽക്കുന്ന ഭഗവതിയാണ്. അപ്പം അത് കാരണം കുറച്ച് വിദ്യാഭ്യാസത്തിലും പഠിത്തത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധാലു കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇന്നത്തെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും കർമ്മങ്ങളിലും പൂർണ്ണമായി മനസ്സുകൊണ്ട് പങ്കെടുക്കാമെങ്കിൽ വളരെ കേമാണ്, അതിഗംഭീരമാണ്, നന്മയാണ്, അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും വളരെ കേമാണ്. നമ്മുടെ ഈ ഭഗവതിയും സ്തുതിക്കാനായിട്ട് നമുക്ക് ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങൾ ഞാൻ പഴയ വീഡിയോകളിൽ പറഞ്ഞ പോലെ പറഞ്ഞു തരാം. അത് വളരെ വൃത്തിയായിട്ട് ചെയ്തു കൊള്ളുക, എഴുതി പഠിച്ച് ചെയ്യുക. അതിൻ്റെതായ ഗുണം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അത്ര കേമകരമാണ് ഈ നവരാത്രി കാലം. ഞാനത് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശ്വേതവൃക്ഷേ സമാരൂഢ ശ്വേതാംബരധരാം ശുചീം മഹാഗൗരീം ശുഭം ദദ്യാത്മമഹാദേവ പ്രമോദത. നവദുർഗാ ഭാവങ്ങളില് 8ാമത്തെ ഭാവമാണ് മഹാഗൗരി. ദുർഗാദേവിയാണ് ആ ഗൗരി രൂപത്തില് നമ്മൾ ആരാധിക്കുന്നത്. പാർവതിയാണല്ലോ. ഇപ്പോ ഇതിനു മുമ്പ് കാളരാത്രിയുടെ ഇത് കഥ പറഞ്ഞു കാളി ഉണ്ടായതും ദേവിയുടെ കാളിമ മാറിയപ്പോ ദേവി എന്താണ്, നല്ല അതിസുന്ദരിയായി, വെളുത്ത സുന്ദരിയായി മാറി. അതുകൊണ്ടാണ് ദേവിക്ക് ഗൗരി എന്നുള്ള പേര്
സിദ്ധിച്ചതെന്ന് പറഞ്ഞു. ആ ഗൗരിയാണ് ഈ 8-ാം ദിവസത്തിൽ നമ്മൾ ആരാധിക്കുന്നത്. തൂവെള്ള നിറമായതിനാണ് ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നത്. അത് വേറൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ പലതും പല ഐതിഹ്യങ്ങളും പറയുന്നത് പോലെ തന്നെ വേറെ ഒന്നാണ് പറയുന്നത് കാളി എന്ന് വിളിച്ചതും കാളിമ മാറിയപ്പോ ദേവി ഗൗരിയായതും പറഞ്ഞു. വേറൊരു ഇത് പറഞ്ഞ ശിവപ്രാപ്തിക്കായി കഠിന തപം ചെയ്താണ് ശിവനെ ദേവി വരനായിട്ട്, അതായത് കഠിന തപമാണ് ദേവി അനുഷ്ഠിച്ചത്. ആ ദേവി ശിവൻ പ്രത്യക്ഷപ്പെടാനുണ്ട് അവസാനം. പല പരീക്ഷണങ്ങളും ദേവിയെ നടത്തുന്നുണ്ട്. അതില് ആ ശിവ പ്രത്യക്ഷപ്പെട്ടോ ഈ എല്ലാത്തിനും തപസ് ചെയ്ത ദേവിയുടെ, സുന്ദരിയായ ദേവിയുടെ ആ ശരീരം മുഴുവൻ പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുനിറമായി തീർന്നു എന്ന് പറയുന്നത്. പൊടിപടലങ്ങളൊക്കെ എന്ത് ചെയ്തു ശിവൻ കണ്ടപ്പോ വളരെ എന്താണ്, എത്ര അതിസുന്ദരിയായ ഈ രാജകുമാരി അതികഠിന തപത്തിൽ ഏർപ്പെട്ട്, മഞ്ഞില്ല, വെയിലില്ല, മഴയില്ല, അങ്ങനെയുള്ള എല്ലാത്തിലും അഗ്നിയിലും പഞ്ചാഗ്നി മധ്യത്തിലും എല്ലാം തപസ് ചെയ്ത് ദേവിയുടെ ആ ശരീരം മുഴുവൻ പൊടിപടലം കൊണ്ട് മൂടിയിരിക്കുന്നത് കണ്ട സങ്കടം തോന്നിയ ആ ദേവൻ തപസ് പൂർണ്ണമായപ്പോൾ ഗംഗാജലം കൊണ്ട് ദേവിയുടെ ശരീരം കഴുകി വൃത്തിയാക്കി എന്ന് പറയുന്നു. ആ സമയത്താണ് ദേവി ഗൗരിയായതെന്നും പറയുന്നു. വെളുത്ത പ്രകാശം വരുത്തിയ ശരീരം എന്ന് പറയുന്നു. അന്നു മുതൽ ദേവി മഹാഗൗരിയായി. 4 കൈകളുടെ ദേവിയുടെ വാഹനം കാളയാണ്. ദേവിക്ക് ഈ 9 ദിവസങ്ങളിൽ ഓരോ രൂപത്തിനും ഓരോ വാഹനമാണ്. ഇവിടെ ദേവിയുടെ വാഹനം കാളയാണ്. അവിടെ എന്താണ്, കാളരാത്രിയുടെ ഇത് എന്താണ് പറഞ്ഞത്, ദേവിയുടെ വാഹനം കഴുതയാണ്. അപ്പോൾ ഓരോ വാഹനങ്ങൾ മാറി മാറി, സിംഹവാഹിനി ദുർഗയുടെ എന്താ പറയുക, സിംഹവാഹിനിയാണ്. അങ്ങനെ ഓരോ ദേവിമാർക്കും ഓരോ വാഹനങ്ങളാണ്. അങ്ങനെ 8-ാമത്തെ ദിവസം ആ മഹാഗൗരിയെ നമുക്ക് ഭക്തിപൂർവം നമിച്ചിടാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.